ഞാൻ മൊബൈലിൽ തന്നെ നോക്കിയാണ് ചെയ്യുന്നത്. പിന്നെ പാവയ്ക്ക തോരൻ നമുക്കിതാ ഇവിടെ വയ്ക്കാം. ഇതൊക്കെ വളയും തുളയൊക്കെയാ. അപ്പം പച്ചവെള്ളത്തിലേക്ക് പോകാൻ പോവാം. ഞാൻ കഴിച്ചിട്ട് പോകണേ ഉള്ളൂ. ഇതിങ്ങനെ മടക്കാവോ? പൊട്ടിച്ചേക്കരുത് കേട്ടാ. നീ ഇത് ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് മുഖം ജസ്റ്റ് ഒന്ന് കഴുകിയതാണ് കേട്ടോ. എല്ലാ കൂട്ടം പണികളും രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോറാണെങ്കിൽ അതിനകത്തുനിന്ന് എടുത്തിട്ടില്ല, അതിന് എടുത്താൽ മാത്രം മതി. പിന്നെ ഇതാ ചെറുപയർ തോരൻ, പിന്നെ പാവയ്ക്ക തോരൻ, പിന്നെ ഇത് സാമ്പാറാണെങ്കിൽ ചാറായിട്ട് എടുത്തിട്ടില്ല, ഇങ്ങനെയാണ്. ഇതാണ് ഈ പരുവാണ് ചേട്ടന് ഇഷ്ടം. പിന്നെ ഇടിയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത്രയും 3 കൂട്ടം കറികളൊക്കെ ഉണ്ടല്ലോ, അത് മതി, പച്ചക്കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സമയം ഇഷ്ടംപോലെ കിടക്കുവാണ്. ഈ ഡ്രസ്സൊക്കെ മാറി വന്നാൽ മതി. അപ്പോൾ ഈ ഒരു ഇപ്പം ഇത് വീട്ടിൽ നിൽക്കുന്ന ആ ഒരു കോലത്തിൽ നിന്ന് നമുക്ക് ജോലിക്ക് പോകുമ്പോഴുള്ള ഒരു കോലത്തിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എത്രമാത്രം വലുതാണെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് വീഡിയോ കണ്ട് മടുത്തവർക്ക് വേണ്ടി ലൈഫ് സ്റ്റൈലും ജീവിത രീതികളും എല്ലാം. അപ്പം ഞാൻ അന്നും ഇന്നും ഇങ്ങനെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ ഗമയോ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ല. എനിക്ക് സിമ്പിളായിട്ട് തന്നെ നടക്കാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞ് നടക്കാനൊന്നുമില്ല. പരമാവധി ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക, ആരുടെ അനിഷ്ടം സമ്പാദിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സങ്കടത്തിൽ മറ്റുള്ളവരുടെ വേദനകളിൽ ഉള്ളുകൊണ്ടൊന്ന് ചിരിക്കുന്ന, ഉള്ളുകൊണ്ടൊന്ന് സന്തോഷിക്കുന്ന ഒരു സൈക്കോ ആകാതിരിക്കുക. അത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു കുഞ്ഞു ജീവിതം കൊണ്ട്. പിന്നെ എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക. ഒരിക്കലും കാണാത്ത ഒരിക്കലും പരിചയപ്പെടാത്ത ആളുകൾ കമൻറ്റിലൂടെ പരിചയപ്പെടുന്നത് എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. നിങ്ങളൊക്കെ ഏതോ നാട്ടിൽ കിടക്കുന്നവരാണ്. വെറുമൊരു ക്യാമറയുടെ അല്ലെങ്കിൽ വെറുമൊരു മൊബൈലിൻ്റെ ഒരു ഇച്ചിരി തിരിപ്പോകുന്ന ഒരു മുട്ടുസൂചിയോളം വലുപ്പമുള്ളൊരു ഫ്രണ്ട് ക്യാമറയുടെ വലുപ്പത്തിലാണ് നിങ്ങളെ ഞാൻ അറിയുന്നതും എന്നെ നിങ്ങളറിയുന്നതും. അങ്ങനെ അറിയുന്നതും കേൾക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഒരു കുഞ്ഞു ജീവിതമാണ്. നമ്മൾ എത്രയൊക്കെ വലിയ ജോലിയിലിരുന്നാലും, എത്രയൊക്കെ സമ്പാദിച്ചാലും, എത്രയൊക്കെ ഒരുങ്ങിക്കെട്ടി നടന്നാലും നമ്മൾ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകേണ്ടുന്ന ഒരു ദിവസം അത് എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ പിന്നെ വെറുതെ എന്നത്തിനാ. അപ്പം അതുകൊണ്ട് ആരോടും അങ്ങനെ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ആരോടും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യം വെച്ചിട്ടില്ല. പിന്നെ വേദനിപ്പിച്ചവരെ ഒരിക്കലും പൊറുക്കാൻ പറ്റും, പക്ഷെ മറക്കാൻ പറ്റത്തില്ല. മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അതേ അബദ്ധത്തിലേക്കൊക്കെ ചെന്ന് ചാടേണ്ടി വരും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ഇതിലേക്കുള്ള ചേഞ്ച് വരും എന്ന് നോക്കാം. അപ്പം അതാ ഇവിടെ 2 പേരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫ്രഷായിട്ട് വരാം. അതിന് മുമ്പായിട്ട് ഞാൻ അലമാരിയെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ആൻസൂട്ടൻ്റെ പരിപാടിയാട്ടോ. വാങ്ങിച്ചു കൊടുക്കുന്ന ഉടുപ്പിലെ വില നിലവാരങ്ങളെല്ലാം ഇത് ഒട്ടിച്ച് വെക്കുക. ഇനി ഇത് പറിച്ച് കളയേണ്ടുന്ന ഒരു വലിയൊരു പണിയാണ്. അപ്പം ഞാനിതെല്ലാം ചേഞ്ച് ചെയ്ത് എൻ്റെ ചുരിദാർ സെക്ഷനെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സാരിയെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സാരിയെല്ലാം കൂടെ ഞാൻ ഈ അലമാരിയിലേക്ക് മാറ്റി ഇവിടെ സാരികളാക്കി, അതിൻ്റെ താഴെ സാരികളാക്കി, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നു. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് ഉടുത്തോണ്ട് പോകാനുള്ള സാരിയും ബ്ലൗസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഷായിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. ബൈ. ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ
ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പോൺസിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മേലേക്ക് സൺസ്ക്രീൻ ലോഷനൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഇന്നത്തെ വീട് എന്നും എന്നെ അടുക്കള കയറി കണ്ട് എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടാകും. ഇതെന്നെ ഒരു 4 മിനിറ്റ് കൊണ്ട് തീരും. ഇപ്പം തന്നെ ഒരു കളറിനൊരു ചേഞ്ച് വന്നിട്ടില്ല. ഇനി ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ. പൗഡർ കുറച്ച് കഴിയുമ്പോൾ ഓയിലി സ്കിന്നാണ്, ഓയിലൊക്കെ ഇളകി വരും. ഇപ്പം ഞാനാണെങ്കിൽ ഒരു ടിഷ്യൂ ഉണ്ട്, ലാക്ടോ കലാമിൻ ടിഷ്യൂ, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇപ്പം ശരിക്ക് ചേഞ്ച് വന്നില്ലേ. ഇതെല്ലാം കൂടെ തപ്പിയെടുക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ ലിപ്സ്റ്റിക്ക്, അതോടുകൂടി ലാക്മിയുടെ 05 ആണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്. പിന്നെ എല്ലാ ആക്രികളും ഉണ്ട് എൻ്റെ പൗച്ചിനകത്ത് നിന്ന് മാറ്റണം എന്നോർത്തിട്ട് ഇതിന് കുറേ എടുത്ത് കളയാനുണ്ട്. പിന്നെ ഇത് കണ്ണെഴുതുന്നതാണ്. ഇത് ലാക്മി തന്നെയാണ് കേട്ടോ. ഞാൻ മൊബൈലിൽ തന്നെ നോക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ പൗഡറും ഉണ്ട്, ഇതുമുണ്ട്. ഐടെക്സ് എന്ന് പറഞ്ഞൊരു സിന്ദൂരായത്. ചെരിഞ്ഞു പോയാ. എനിക്കൊരു ഇടതുവശ ചെരിവുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അങ്ങോട്ട് ചെരിഞ്ഞ്. ഞാൻ ലെഫ്റ്റ് ഹാൻഡറാണ്, അതാണ് ഉദ്ദേശിച്ചത്, നോട്ട് പൊളിറ്റിക്സ്. ഇനി ഇത് എല്ലാവരും മൈക്രോ ബ്ലേഡിങ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് പേടിയായിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. അതിങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യുമെന്തോ അല്ലേ, എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അവസാനം ചളമായി കുളമായാലോ എന്നൊക്കെ ചിന്തിക്കും, ഉള്ളത് കൊണ്ടോണം പോലെ. പൊട്ട് ലാസ്റ്റ് കൊടുത്താവേ. പിന്നെ തലമുടി, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ല, ചായയും കുടിച്ചില്ല. ചായ ഒഴിവാക്കൂ എന്നെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെയിറ്റ് ലോസിന് അത് നല്ലതാണെന്ന് കണ്ടു. എങ്കിൽ പിന്നെ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഒഴിവാക്കി
പച്ചവെള്ളത്തിലേക്ക് വാങ്ങുക. ജീരകവെള്ളം ഉലുവ ഇതിനാടെ കൂടി തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണെന്ന് കണ്ടു. അത് നിങ്ങളെങ്ങനെയാണെന്ന് നോക്കിയിട്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി പൊട്ട് ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ബോക്സിനകത്താക്കി വെച്ചേക്കുവാണ് കേട്ടോ. പൊട്ടിയിരിക്കുന്നതാണ്. ഈ പൊട്ട് കുത്തിയാലോ നോക്കാം. ഇത് മതി, കൊണ്ടോക്കോ. അടുത്തത് അത് വീട്ടുകാരും തിന്നോളാം. പൊക്കോ. മതി, ഒത്തിരി ഒന്നും തിന്നൂല. സാമ്പാർ അത് മതി, പൊക്കോ. ഇത് അതെനിക്കിപ്പോൾ വേണ്ട, ഞാൻ കഴിച്ചിട്ട് പോണേ ഉള്ളൂ. ഇതിങ്ങനെ മടക്കാവോ? പൊട്ടിച്ചേക്കരുത് കേട്ടാ. നീ ഇതിങ്ങോട്ട് മടക്ക. ചേട്ടന് പോതിയൊന്നും കെട്ടി ആണ്ടേ, ഒതുക്കി കെട്ടണം. മാറ്. ഇതേ നിനക്കുള്ള പാലിരിക്കണു. പഞ്ചാര ഇട്ടായിരുന്നോ? അപ്പം അതെ, ആട്ടിൻപാൽ കുടിച്ചാൽ വണ്ണം കുറയുമെന്ന് എല്ലാവരും പറയുന്ന കേട്ടു. പിന്നെ ഇടിയപ്പവും സാമ്പാറും കഴിക്കട്ടെ. ഇന്നത്തെ ചോറ്റത്ര സൂട്ടൻ ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ല. അത് കണ്ണട മുഖത്ത് വെച്ചോണ്ടാ പോണേ. അത് ബാഗിന്റെ മുകളിലേക്ക് വെച്ചാൽ ഉള്ളിലേക്ക് വെക്കണ്ട, ചിലപ്പോൾ മറന്നു പോകും. ആ പോയി ഇടിയപ്പം എടുത്തോണ്ട് വാ. ഓ, ബൂസ്റ്റൊക്കെ ഇട്ട് കഴിക്കുന്നേ. എനിക്ക് വേണ്ടോ? ആൻസൂട്ടൻ്റെ ബൂസ്റ്റ്. മനസ്സിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് ആരും കണ്ടു വേണ്ട. പോയി ഇടിയപ്പം എടുക്കടാ. ചെല്ല, അതിൻ്റെ ആവശ്യത്തിന് എടുത്തോണ്ട് വാ. ഞാൻ ഇച്ചിരി കഴിക്കത്തുള്ളൂ. ഞാൻ ഒരു ഇടിയപ്പവും സാമ്പാറും. ആഹാരം കുറയ്ക്കാൻ പോവാം. ഇഷ്ടംപോലെ സമയമുണ്ട്. നിന്റെ പാത്രം എവിടെയാണോ നീ നോക്ക്. എനിക്ക് പിന്നെ കോമൺ പാത്രമൊന്നും ഇല്ല, ഒരു കപ്പ് മാത്രമേ ഉള്ളൂ. ഇടിയപ്പം മുടി വെച്ചേക്കണം. ബാക്കി വന്ന പച്ചക്കറികളെല്ലാം കൂടി തട്ടിക്കൂട്ടിയതാ. എന്നിട്ടും ഉണ്ട് ഇനി വെണ്ടയ്ക്ക, ചില കോവയ്ക്ക്, ഒരു ക്യാരറ്റും. അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്യാനായിട്ട് വിട്ടുപോയി. എന്നെ ആൻസൂട്ടൻ ഞങ്ങളുടെ ചേട്ടൻ ദേ നിൽക്കുന്ന സ്കൂട്ടറിൽ. ആരും കാണുന്നുണ്ടോ? അതോ പുറകിൽ ഞങ്ങളുടെ. അപ്പം ഞങ്ങളിവിടെ കൊണ്ട് ഇറക്കി വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും ആൻസൂട്ടനും ബസ് സ്റ്റോപ്പിലേക്ക് പോകും. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറയടാ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.